തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ ഇടത് UDF മുന്നണികൾ ഇത്തവണ കേന്ദ്രീകരിച്ചിരിക്കുന്നത് BJP RSS ഡീലിലാണ്. BJPയുമായി ഡീലുണ്ടെന്ന ആരോപണമാണ് രണ്ട് മുന്നണികളുടെയും നേതാക്കൾ പരസ്പരം ഉന്നയിക്കുന്നത്. ഫലത്തിൽ BJPക്കാണ് ഈ തർക്കം ഗുണം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. 2006-ൽ RSSന്റെ താത്വികാചാര്യൻ MS ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിന് മുന്നിൽ VD സതീശൻ വിളക്ക് കൊളുത്തിയ ചിത്രമുയർത്തിയാണ് മുഖ്യമന്ത്രി സതീശനെ ആദ്യം കടന്നാക്രമിച്ചത്. പറവൂരിൽ RSS നടത്തിയ ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷത്തെ ചടങ്ങിൽ ഉദ്ഘാടകനായി പങ്കെടുക്കുകയും ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ താണുവണങ്ങി വിളക്ക് കൊളുത്തുകയും ചെയ്തത് ഏത് ഡീലായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കണമെന്നായിരുന്നു പിണറായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. CPMും ജനസംഘവുമായുള്ള ബന്ധം മുതൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ PM ശ്രീ പദ്ധതിയിൽ പിണറായി സർക്കാർ ഒപ്പിട്ടതുവരെ ഉന്നയിച്ചാണ് പ്രതിപക്ഷ നേതാവിൻ്റെ തിരിച്ചടി. ലക്ഷണമൊത്ത RSS ഏജന്റാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നായിരുന്നു ഇന്നലെ ഫേസ്ബുക്കിലെ കുറിപ്പിൽ VD സതീശൻ്റെ ആരോപണം. RSSനെ പ്രതിരോധിച്ചത് CPM ആണെന്നും കോൺഗ്രസിന് പങ്കില്ലെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ ചരിത്രബോധമുള്ള കേരളം അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും സതീശൻ കുറിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM BJP സഖ്യം കേരളത്തിൽ ഉണ്ടായിരുന്നെന്ന വെളിപ്പെടുത്തൽ നടത്തിയത് RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൻ്റെ മുൻ എഡിറ്റർ ബാലശങ്കറാണ്. അതിന് എന്തു മറുപടി പറയാനുണ്ടെന്നും ആ സഖ്യത്തിൻ്റെ കാരണഭൂതൻ പിണറായി വിജയനാണെന്നും സതീശൻ്റെ കുറിപ്പിൽ ആരോപണമുണ്ട്. ഇതിനു പിന്നാലെ വീണ്ടും സതീശനെ കടന്നാക്രമിച്ച് വെള്ളിയാഴ്ച മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. കണ്ണൂരിൽ CPMനെ പ്രതിരോധിക്കാൻ RSS ശാഖയ്ക്ക് സംരക്ഷണം നൽകിയെന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റാണ്. ആദ്യകാലം മുതൽ RSSന് ടാർഗറ്റായിരുന്നു താനെന്ന് എല്ലാവർക്കും അറിയാം. പട്ടാമ്പിയിൽ EMSനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ആരുമായാണ് ബന്ധപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം. പിന്നീട് പാലക്കാട് AKG മത്സരിച്ചപ്പോൾ RSSൻ്റെ ജില്ലാ കാര്യവാഹകായിരുന്നു കോൺഗ്രസിനും RSSനും വേണ്ടി സ്ഥാനാർത്ഥിയായത്. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പതിവ് തങ്ങൾക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു. ഇതിനിടെ മുഖ്യമന്ത്രിയുടെ ചെറ്റപ്രയോഗം വീണ്ടും വിവാദമായി. ദരിദ്രരെ പുച്ഛിക്കുന്നതാണ് പ്രയോഗമെന്നാണ് വിമർശനമുയരുന്നത്.